നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. BJP തൊടുപുഴ മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് വാഹനം തടഞ്ഞു നിർത്തി തന്നോട് അസഭ്യം പറഞ്ഞുവെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിനെ BJP മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് വാഹനം തടഞ്ഞു നിർത്തി അധിക്ഷേപിച്ച സംഭവത്തിൽ മുനിസിപ്പാലിറ്റിയുടെ മുൻപിൽ ചേരിതിരിഞ്ഞ് വാക്പോര്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് 2025-2026 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. ശമ്പളം ലഭിക്കാത്തതിന് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്ത യുവാവ് പിടിയിൽ. മൂവാറ്റുപുഴ അഴയടുത്ത് നസീബിനെയാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് വീട് തലയ്ക്ക് പരിക്കേറ്റ് വീട്ടിൽ വിശ്രമത്തിൽ കഴിഞ്ഞിരുന്ന മുൻ കൗൺസിലറെ സന്ദർശിക്കുവാൻ പോയ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിനെ BJP മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് വാഹനം തടഞ്ഞു നിർത്തി കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അസഭ്യം പറയുകയും ഈ വഴിക്ക് നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തുവെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഞാൻ ഇന്നലെ കാഞ്ഞിരമറ്റം ഭാഗത്തൂടെ യാത്ര ചെയ്തപ്പോൾ എന്നെ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് എസ് എന്നെ തടഞ്ഞു നിർത്തുകയും BJPയുടെ 2-3 പ്രവർത്തകരുമായിട്ടാണ് അദ്ദേഹം എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തിയത്. പക്ഷേ പല ലോക്കൽ ചാനലുകളും പ്രചരിപ്പിക്കുന്നത് അവിടുത്തെ പ്രദേശവാസികൾ എന്നെ തടഞ്ഞു നിർത്തി എന്നുള്ള പ്രചരണമാണ് ലോക്കൽ ചാനലുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ പ്രചരിക്കുന്നത്. പക്ഷെ അത് വളരെ തെറ്റായ കാര്യമാണെന്നും ശ്രീകാന്ത് എന്ന് പറഞ്ഞ മണ്ഡലം പ്രസിഡന്റും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 2-3 BJP പ്രവർത്തകരും മാത്രം എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തുകയും വളരെ മോശം ഭാഷയിൽ സഭ്യം എന്നെ പറയുകയും അതുപോലെ ഇവിടെ എന്തിന് നിങ്ങൾ ഇങ്ങോട്ട് വന്നു എന്നുള്ള പദപ്രയോഗമൊക്കെ നടത്തി എൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിലും അതുപോലെ നമ്മുടെ നഗരസഭയിലെ ലൈറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണിപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്യുന്നതിനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ചില പ്രാദേശിക ചാനലുകളിലൊക്കെ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അത് വളരെ മോശം രീതിയിലുള്ള പദപ്രയോഗങ്ങൾ അദ്ദേഹം എൻ്റെ അടുത്ത് നടത്തിയത് മോശമായി പോയി എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ നിലവിൽ കാഞ്ഞിരമറ്റം ഭാഗത്ത് നമ്മുടെ ഉത്സവവുമായി ബന്ധപ്പെട്ട വാർഡുകളിൽ ലൈറ്റ് ഇട്ടിട്ടില്ല എന്നുള്ള ഒരു പ്രചരണം നമ്മുടെ നഗരസഭയുടെ വാർഡ് ഗ്രൂപ്പ് വളരെ മോശം രാഷ്ട്രീയവൽക്കരിച്ച് കാണിക്കുന്ന തരത്തിൽ നമ്മുടെ BJPയുടെ കൗൺസിലർ ജിതേഷ് അടക്കം TS രാജനടക്കം നമ്മുടെ വളരെ വർഗീയപരമായി കാണുന്ന തരത്തിൽ നഗരസഭാ കൗൺസിൽ ഗ്രൂപ്പിൽ വളരെ മോശം മെസ്സേജുകൾ ഇട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്നാൽ ഇവിടെ ഉണ്ടായിരുന്നില്ല പകലൊന്നും. അവിടെ വൈകുന്നേരം സമയം ഈ ലൈറ്റ് ഇട്ട് നോക്കാം, കൃത്യമായി ഇത്ര ലൈറ്റ് അണഞ്ഞു കിടക്കുന്നുണ്ടെന്ന് നോക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ കാഞ്ഞിരമറ്റം ഭാഗത്തേക്ക് പോകുന്നത്. പോയപ്പോൾ 3-4 ലൈറ്റുകളേ ഉള്ളൂ എൻ്റെ കാഴ്ചയിൽ. ഈ പറയുന്ന നമ്മുടെ ഉത്സവവുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് 7-8 ലൈറ്റുകളേ ഉള്ളൂ അണഞ്ഞു കിടക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ മുൻ കൗൺസിലർ, എൻ്റെ സഹപ്രവർത്തകയായിരുന്ന രാജശേഖരൻ എൻ്റെ കൗൺസിലിൽ അംഗമാണ്. ഞാൻ കഴിഞ്ഞ ടൈമിൽ കൗൺസിലർ ആയിരുന്നപ്പോൾ രാജശേഖരന്റെ ഭാര്യ രേണുക രാജശേഖരൻ കൗൺസിലർ എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം തലചുറ്റി രാവിലെ വീണു. അപ്പോൾ 2 സ്റ്റിച്ച് ഉണ്ട് തലയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയത്. ഈ പോയിട്ട് തിരിച്ചു വരുന്ന വഴി, രേണുക ചേച്ചിയെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് BJP പ്രവർത്തകർ അതിന്റെ വഴിയിൽ തടഞ്ഞു നിർത്തുകയും വളരെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിനെ BJP മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് വാഹനം തടഞ്ഞു നിർത്തി അധിക്ഷേപിച്ച സംഭവത്തിൽ മുനിസിപ്പാലിറ്റിയുടെ മുൻപിൽ ചേരിതിരിഞ്ഞ് വാക്പോര്. CPM പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിലാണ് ചേരിതിരിഞ്ഞ് വാക്പോര് നടത്തിയത്. ഉത്സവങ്ങൾ കുളമാക്കുന്ന വർഗീയവാദികൾ തുലയട്ടെ. വർഗീയവാദം തുലയട്ടെ. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. LDF സിന്ദാബാദ്. LDF സിന്ദാബാദ്. LDF സിന്ദാബാദ്. LDF സിന്ദാബാദ്. ചെയർപേഴ്സണ് അഭിവാദ്യങ്ങൾ. ചെയർപേഴ്സണ് അഭിവാദ്യങ്ങൾ. ചെയർപേഴ്സണ് അഭിവാദ്യങ്ങൾ.
ചുവപ്പൻ അഭിവാദ്യങ്ങൾ. ജനാധിപത്യം പുലരട്ടെ, ജനാധിപത്യം പുലരട്ടെ, വർഗീയവാദം തുലയട്ടെ, വർഗീയവാദികൾ പുലരട്ടെ. ഇവിടെ അമ്പലങ്ങളാവട്ടെ, മുസ്ലിം പള്ളികളാകട്ടെ, ക്രിസ്തീയ ചർച്ചുകളാകട്ടെ, ഏതൊരു ആരാധനാലയങ്ങളാകട്ടെ, ഈ ആരാധനാലയങ്ങളെ ഒന്നും മാറ്റി നിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ടോ ഒരു സമീപനം ഈ കൗൺസിൽ ഇന്നേ വരെ എടുത്തിട്ടില്ല, ഇനി എടുക്കുകയുമില്ല. കാരണം ഈ കൗൺസിലിന് ഇന്ന് നേതൃത്വം കൊടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഈ നാടിന്റെ മതേതരത്വ സ്വഭാവം ചങ്കിലെ ഹൃദയമിടിപ്പ് പോലെ കാത്തു സൂക്ഷിക്കുമെന്ന് ആഹ്വാനം ചെയ്യുകയും അതിനുവേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്ന മുന്നണിയും പ്രസ്ഥാനവുമുള്ളപ്പോൾ ഒരു മതേതരത്വത്തിന്റെ ഒരു വിള്ളൽ വീഴ്ത്തുന്ന നിലവിളികൾ ഈ കൗൺസിലിൽ നിന്നും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പക്ഷേ പ്രതിഷേധിക്കുന്നവരുടെ ഉദ്ദേശം ഇതല്ല. അവർ ഇവിടെ കൗൺസിലിൽ പറയുന്നു ഹൈന്ദവ വിരുദ്ധമാണ് ഈ കൗൺസിൽ എന്ന് പറയുന്നു. ഈ കൗൺസിലിന്റെ തീരുമാനങ്ങൾ ഹിന്ദുക്കൾക്കെതിരാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ തൊട്ടടുത്ത ഏറ്റവും വലിയ ക്ഷേത്രമായിട്ടുള്ള കാഞ്ഞിരമറ്റത്തുള്ള മഹാക്ഷേത്രത്തിൽ ശിവരാത്രി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ വഴിയിലൂടെ പോലും തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സന് പോകുവാൻ പറ്റില്ല എന്നുള്ള മാടമ്പിത്തരമാണ് ചില കൗൺസിലർമാര്, ചില നേതാക്കന്മാര് BJPയുടെ ലേബലിൽ അവിടെ നടത്തിയിട്ട് ഭക്തജനങ്ങൾ തടഞ്ഞു വെച്ചത്രേ. ഒരു ഭക്തജനങ്ങളും തടഞ്ഞില്ല. പിന്നെ അവിടെ തടഞ്ഞതാരാണെന്നറിയാമോ? കവലച്ചട്ടമ്പിയൊക്കെ BJPയുടെ നേതാവായിട്ട് വന്നാൽ ഇതും ഇതിന്റെ അപ്പുറവും ഈ തൊടുപുഴയിൽ നടക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതാണ് ഇന്നലെ അവിടെ സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ഒരു സ്ത്രീയായിട്ട് പോലും അതിനെപ്പോലും ഭാരതാംബയുടെ ഒക്കെ ഇവർക്ക് എന്ത് ബഹുമാനമാണെന്നോ പറഞ്ഞു കഴിഞ്ഞാല് രോമം എഴുന്നേറ്റ് നിൽക്കുക ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാരതാംബയെ ദൈവമായിട്ട് കാണുന്ന ഈ നാട്ടിലാണ് ഒരു വനിതയായിട്ട് പോലും തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സനെ പരസ്യമായിട്ട് രാത്രിയിൽ തടഞ്ഞു നിർത്ത് അപമാനിക്കുകയും എടി പോടി എന്നുള്ള വീട്ടിൽ വിളിക്കുന്ന വാക്കുകൾ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ വിളിച്ച് അപമാനിക്കുകയും ചെയ്ത സംഭവം. ഈ രണ്ട് സംഭവങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് LDFന്റെ നേതൃത്വത്തിൽ LDFന്റെ കൗൺസിലേഴ്സ് ഇന്ന് ഈ നഗരത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുള്ളത്. കാഞ്ഞിരമറ്റം ഭാഗത്ത് ഞാൻ ചെന്നപ്പോൾ എൻ്റെ കൂടെ സഹപ്രവർത്തകൻ കൂടിയായിരുന്ന രേണുക രാജശേഖരൻ മുൻ കൗൺസിലറെ ഞാൻ കാണുവാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു പറഞ്ഞ് തലയിൽ ഒരു പൊട്ടിൽ വീണിട്ട് എൻ്റെ സ്റ്റിച്ച് ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാഞ്ഞിരമറ്റം ഭാഗത്തേക്ക് പോയത്. BJPയുടെ മണ്ഡലം പ്രസിഡന്റ് എന്ന് പറയുന്ന ശ്രീകാന്ത് എസ് എന്ന് പറഞ്ഞ വ്യക്തിയും 3-4 BJPയുടെ പ്രവർത്തകരും മാത്രം, അല്ലാതെ ആ കാഞ്ഞിരമറ്റം പ്രദേശവാസികളല്ല, ആ പ്രദേശത്തെ BJPയുടെ പ്രവർത്തകരായ 4-5 പേർ ചേർന്ന് എൻ്റെ കാറ് തടയുകയും ചെയർപേഴ്സന്റെ കാർ തടയുകയും എന്നെ പുറത്തിറക്കി നിർത്തി വളരെ അപമാനിക്കുന്ന തരത്തിൽ എൻ്റെ അടുത്ത് അട്ടഹസിച്ച് സംസാരിക്കുകയായിരുന്നു. ഞാൻ അപ്പോഴും വളരെ സംയമനത്തോടെ സുഹൃത്തെ എന്ന് വിളിച്ച് തന്നെയാണ് അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചത്. ഒരു വാക്കുപോലും എന്നെക്കൊണ്ട് സംസാരിപ്പിക്കാതെ അദ്ദേഹം വളരെ മോശമായ രീതിയിലുള്ള പദപ്രയോഗങ്ങൾ നടത്തി എനിക്ക് അവസരം പോലും തരാതെ വളരെ മോശമായി സംസാരിച്ചു. എന്നിട്ടും ഞാൻ എൻ്റെ വാക്കുകൾ പറഞ്ഞിട്ട് ചില പ്രദേശ ആളുകൾ ചേർന്ന് മൊബൈൽ പിടിച്ച ചിത്രങ്ങൾ വളരെ അപമാനകരമാകുന്ന തരത്തിൽ അത് എഡിറ്റ് ചെയ്ത് മാത്രം മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. ഇതിൽ മുഴുവൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളും അവർ കാണിച്ചിട്ടില്ല. അവർ എഡിറ്റ് ചെയ്താണ് ആ മാധ്യമത്തിൽ അവർ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഇതെല്ലാം വളരെ മോശമായ കാര്യമാണെന്ന് തന്നെയാണ് നഗരസഭാ ചെയർപേഴ്സൺ എന്ന നിലയിലേക്ക് പറയുവാനുള്ളത്. ഇത്തരം പ്രവൃത്തികൾ ഒരിക്കലും LDFന്റെ ഭാഗമായി നിൽക്കുന്ന ചെയർപേഴ്സൺ എന്ന നിലയിൽ ഞാൻ ഈ നഗരത്തിൽ അനുവദിക്കാൻ ഞാൻ ആർക്കും അനുവാദം കൊടുക്കില്ല. ഇത് തടയുന്നതിന് വേണ്ടി തന്നെ ചെയ്യും. പിന്നെ നഗരത്തിലെ ലൈറ്റുകൾ തെളിഞ്ഞില്ല എന്നുള്ള വെറുതെ പ്രവചനവുമായിട്ടാണ് BJP കൗൺസിലർമാർ ഇന്നും രംഗത്ത് വന്നിട്ടുള്ളത്. വെറുതെ പറയുന്നതാണ്. ഒരു സത്യസന്ധമായ വാക്കുകൾ പോലും പറഞ്ഞ് കളവ് മാത്രം പറഞ്ഞ് അവർ സത്യമായി പറയുന്ന എൻ്റെ വാക്കുകൾ കേൾക്കാൻ പോലും തയ്യാറാവാതെ പച്ചക്കള്ളം പറഞ്ഞിരുന്ന കൗൺസിലിനെ അവർ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് 2025-2026 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വികസന സെമിനാർ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ് അധ്യക്ഷത വഹിച്ചു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടുക്കി ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്ന 6 ഗ്രാമപഞ്ചായത്തുകളിൽ വരും നാളുകളിൽ നടപ്പാക്കേണ്ട വികസന പദ്ധതികളെ സംബന്ധിച്ചുള്ള ചർച്ചയും അഭിപ്രായ രൂപീകരണവുമാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നത്. വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇംപ്ലിമെന്റേഷൻ നടക്കുന്ന ഈ സാഹചര്യത്തിലും എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. കർഷക ഗ്രൂപ്പുകൾക്ക്, വനിതാ സംഘങ്ങൾക്ക് ഒക്കെ പച്ചക്കറി കൃഷിക്ക് ഗ്രാന്റ് കൊടുത്തുകൊണ്ട് നമ്മളുടെ നല്ല രീതിയിൽ ആ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു.
അതുപോലെ പശ്ചാത്തല മേഖലയും ഇനി നമുക്കറിയാം മാർച്ച് 31 ഇനി അത് ദിവസമൊന്നുമില്ല. നമ്മളുടെ ഈ വരുന്ന 2024 വാർഷിക പദ്ധതിയുടെ ഒരു നല്ല ശതമാനം എക്സ്പെൻഡിച്ചർ ആക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ പദ്ധതിക്ക് നമുക്ക് രൂപം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ വിലയേറിയ നിർദ്ദേശങ്ങളും വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്ന് വന്നു. അതുപോലെ തന്നെ ജനപ്രതിനിധികളെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഗ്രാമസഭ നടന്നു. ഗ്രാമസഭയിൽ നമുക്ക് വന്ന നിർദ്ദേശങ്ങളും കൂടി നമ്മൾ ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലുമൊക്കെ പ്രദേശത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പോലെ അല്ലെങ്കിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് 6 പഞ്ചായത്തിന്റെ പ്രദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന ഒരു ഗ്രാമസഭ ഒരു വികസന സെമിനാറുമാണ്. അപ്പോൾ ഏതെങ്കിലും കാരണത്താൽ ഇനി ഏതെങ്കിലുമൊക്കെ റോഡുകൾ അല്ലെങ്കിൽ പശ്ചാത്തല മേഖലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പദ്ധതികൾ വിട്ടുപോയിട്ടുണ്ട്, കുടിവെള്ളമാകാം. അതുപോലെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ബ്ലോക്ക് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വർഗീസ് വെട്ടിയാങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിനോയ് വർക്കി, റിൻഡാമോൾ, ഡോളി സുനിൽ, ആലിസ് വർഗീസ്, സാന്ദ്രാമോൾ ജിന്നി, സെൽവരാജ്, സ്നേഹൻ രവി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് സബീർ, മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ശമ്പളം ലഭിക്കാത്തതിന് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ ആരോഗ്യവകുപ്പ് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഇറക്കിയ ഉത്തരവ് കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടുത്ത് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാസങ്ങളായി ശമ്പളം ലഭിക്കാത്തത് മൂലമാണ് സംസ്ഥാനത്തുടനീളമുള്ള ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ആരംഭിച്ചത്. ഇതിനിടയിലാണ് സമരത്തെ തകർക്കുന്നതിനായി ആരോഗ്യവകുപ്പ് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ആശാവർക്കർമാർ 24 മണിക്കൂറിനകം ജോലിയിൽ പ്രവേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കുലർ ഇറക്കിയത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കാര്യാലയത്തിന് മുമ്പിൽ ആരോഗ്യവകുപ്പ് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറുടെ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിച്ചത്. DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടുത്ത് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സാധാരണക്കാരായ ഏറ്റവും പാവപ്പെട്ട ആശാവർക്കർമാരാണ് കോവിഡ് കാലങ്ങളിൽ കോവിഡുള്ള ആളുകളെ പോലും വീടുകളിൽ ചെന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകിക്കൊണ്ട് ഈ നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ വേണ്ടിയിട്ട് ആരോഗ്യ മേഖലയിൽ ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയത്. അവരുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ഓരോ ആശാവർക്കർമാരും കോവിഡുള്ള രോഗികളെ വീടുകളിൽ ചെന്ന് കണ്ടെത്തി അവർക്ക് വേണ്ട മരുന്നുകൾ, അവർക്ക് വേണ്ട ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ധീരമായ നേതൃത്വം നൽകിയ ആളുകളാണ് ഈ ആശാവർക്കർമാർ. ഈ നമ്മുടെ നാട്ടിൽ എവിടെ രോഗങ്ങൾ പടർന്നു പിടിച്ചാലും എവിടെ ആരോഗ്യരംഗത്ത് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഇതിനെല്ലാം നേരിടുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം മുന്നിലിറങ്ങുന്ന ആളുകളാണ് ആശാവർക്കർമാർ. ആ ആശാവർക്കർമാർക്ക് കൃത്യമായി അവരുടെ ഓണറേറിയം നൽകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. ആശാവർക്കർമാർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു നൽകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള. തുടർന്ന് പ്രവർത്തകർ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ കത്തിച്ചു. ചുറ്റി നിന്നേ എടാ കൈ മാറ്റിക്കണം ആവശ്യം DCC ജനറൽ സെക്രട്ടറി PA അബ്ദുൾ റഷീദ്, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കുഴുവമ്മക്കൽ, INTUC പീരുമേട് റീജിയണൽ പ്രസിഡന്റ് KS സിദ്ദിഖ്, നേതാക്കളായ M ഉദയസൂര്യൻ, S ഗണേശൻ, N മഹേഷ്, K മാരിയപ്പൻ, SN ബിജു, K ഉദയകുമാർ, സെബാസ്റ്റ്യൻ പത്യാല തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പ്രസംഗിച്ചു. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. പെൺകുട്ടിയോട് അപമര്യാദയെ പെരുമാറുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്ത യുവാവ് പിടിയിൽ. മൂവാറ്റുപുഴ അഴയെടുത്ത് നസീബിനെയാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടിയെ മറ്റൊരു സ്കൂട്ടറിൽ പിന്തുടർന്നെത്തിയ പ്രതി തടഞ്ഞു നിർത്തി മോശമായി പെരുമാറുകയായിരുന്നു. സ്വകാര്യ കോളേജ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പ്രതിക്കെതിരെ സമാന പരാതികൾ നിലവിലുണ്ടെന്നാണ് വിവരം. പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്ത യുവാവ് പിടിയിൽ. മൂവാറ്റുപുഴ അഴയെടുത്ത്
നസീബിനെയാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. 22-ാം തീയതി അൽസർ കോളേജിൽ മെഡിസിൻ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടി ഏകദേശം ഉച്ച സമയത്തോടുകൂടി ഇവിടുന്ന് ഹോസ്റ്റലിലേക്ക് അൽസർ കോളേജ് ഭാഗത്തേക്ക് പോവുകയായിരുന്നു. സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് സ്കൂട്ടറിൽ അതുപോലെ തന്നെ മറ്റു സ്കൂട്ടറിൽ പുറകെ വന്ന ഒരു ചെറുപ്പക്കാരൻ തടഞ്ഞു നിർത്തി ദേഹത്തെന്തോ ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ അതിനെ തടഞ്ഞു നിർത്തുകയും പെട്ടെന്ന് വണ്ടി നിർത്തിയ പെൺകുട്ടിയെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുകയും അതുപോലെ മോശമായിട്ടുള്ള ചെയ്യുകയും ചെയ്തു. അത് പ്രകാരം പോലീസ് കേസെടുത്തു. 4 ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ പ്രതിനെ നമുക്ക് ഇടവെട്ടി ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുകയാണ്. പ്രതിയെ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. പ്രതി ഡ്രൈവറാണ്. നേരത്തെ സമാനമായിട്ടുള്ള കേസ് നമ്മൾ എടുത്തിട്ടില്ല, പക്ഷേ പെറ്റീഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. എവിടെ ഡ്രൈവറെ ഏത് ടാക്സിയാണോ? പിക്കപ്പ് ഓടിക്കാവുന്നതാണ്. എന്തെങ്കിലും മാനസിക ഉള്ളതാണോ? നമുക്ക് പ്രത്യേകിച്ച് അറിയില്ല. ഇങ്ങനെ ചെയ്യാമല്ലോ. പ്രതിയുടെ പേര് നസീബ്. എവിടുത്തെ? അയാൾ മൂവാറ്റൂർ സ്വദേശിയാണ്, പക്ഷേ ഇവിടെ നമ്മുടെ ചന്തക്കുന്ന് ഭാഗത്ത് ഇയാൾ വിവാഹിതനാണ്. നേരത്തെ ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കിയ എന്തോ ഒരു പെറ്റീഷനുടെ എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രതിനെ കുറിച്ച് മോളസ്റ്റേഷനാണ് ചാർജ് ചെയ്തത്. അതെ, നാളെ റിമാൻഡ്. കഴിഞ്ഞ ദിവസം പകൽ DDE ഓഫീസിന് സമീപത്ത് വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം. സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടിയെ മറ്റൊരു സ്കൂട്ടറിൽ പിന്തുടർന്നെത്തിയ പ്രതി തടഞ്ഞു നിർത്തി. ദേഹത്തെന്തോ ഇരിക്കുന്നെന്ന് പറഞ്ഞ് ശരീരത്ത് അനുവാദമില്ലാതെ സ്പർശിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്യുകയായിരുന്നു. പ്രതി ചന്തക്കുന്ന് ഭാഗത്ത് ഒരു വീട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു. ഇവിടുത്തെ സ്കൂട്ടറിലാണ് പ്രതി വന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. സ്വകാര്യ കോളേജ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പ്രതിക്കെതിരെ സമാന പരാതികൾ നിലവിലുണ്ടെന്നാണ് വിവരം. ഇയാളെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. SI NS റോയി, പ്രൊബേഷൻ SI ശ്രീജിത്ത്, CPOമാരായ മുജീബ് റഹ്മാൻ, മഹേഷ്, സനൂർ, ഷാബിൻ, അഫ്സൽ ഖാൻ, ഫിറോസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നെല്ലിക്കുഴി പഞ്ചായത്തിന് മുൻപിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം നെല്ലിക്കുഴി പഞ്ചായത്ത് UDF പാർലമെന്റ് ലീഡർ MV റെജി ഉദ്ഘാടനം ചെയ്തു. ചെറുവട്ടൂർ മണ്ഡലം പ്രസിഡന്റ് നാസർ വട്ടേക്കാടൻ അധ്യക്ഷത വഹിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരെ ഭീഷണിപ്പെടുത്താൻ സർക്കാർ ഇറക്കിയ സർക്കുലറിന്റെ പകർപ്പ് കത്തിച്ചുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. നെല്ലിക്കുഴി പഞ്ചായത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം നെല്ലിക്കുഴി പഞ്ചായത്ത് UDF പാർലമെന്റ് ലീഡർ MV റെജി ഉദ്ഘാടനം ചെയ്തു. ചെറുവട്ടൂർ മണ്ഡലം പ്രസിഡന്റ് നാസർ വട്ടേക്കാടൻ അധ്യക്ഷനായിരുന്നു. നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറേച്ചാലിൽ, ബ്ലോക്ക് ഭാരവാഹികളായ MA കരീം, പരീത് പട്ടമാവുടി, വിനോദ് K മേനോൻ, ബഷീർ പുല്ലോളി, ഷൌക്കത്ത് പൂതയിൽ, അനിൽ രാമൻ നായർ, രഹന നൂറുദ്ദീൻ, വാർഡ് മെമ്പർ വൃന്ദ മനോജ് എന്നിവർ സംസാരിച്ചു. നവാസ് ചെക്കുംതാഴം, വിജയൻ നായർ, പരീത് കാവാട്ട്, KP അബ്ബാസ്, NM അസീസ്, MM അബ്ദുൽ സലാം, ഇബ്രാഹിം ഇടയാലി, സലീം പേപ്പതി, മീരാൻ അരീക്കൽ, ജഹാസ് വട്ടക്കുടി, നാസർ പരുത്തിക്കാടൻ, ഷക്കീർ പാണാട്ടിൽ, നൌഫൽ കാപ്പുചാലി, MS നീബു, അസീസ് വട്ടപ്പാറ, കാസിം പാണാട്ടിൽ, KP ചന്ദ്രൻ, അസൈനർ നായ്ക്കമ്മാവുടി, നാസർ ചെക്കുംതാഴം, കൊച്ചു മുഹമ്മദ് കമ്മറ്റം, നാരായണൻ മേദല എന്നിവർ സമരത്തിൽ പങ്കാളികളായി. KPCCയുടെ ആഹ്വാനപ്രകാരം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മുന്നിൽ ആശാവർക്കർമാർക്ക് പിന്തുണയർപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ സർക്കുലർ കത്തിച്ച് പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഒരു കുടുംബത്തിന് വേണ്ടതെല്ലാം കുറഞ്ഞ വിലയ്ക്ക് നൽകിക്കൊണ്ട് ഫാമിലി ബസാർ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ ആരംഭിച്ച ഫാമിലി ബസാറിന്റെ ഉദ്ഘാടനം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ നിർവഹിച്ചു. ഏറ്റവും കുറഞ്ഞ വിലയിൽ കൂടുതൽ ക്വാളിറ്റിയോടെ ഒരു കുടുംബത്തിലേക്ക് വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുകയാണ് ഫാമിലി ബസാർ. ബാഗ്, കളിപ്പാട്ടങ്ങൾ, ചവിട്ടി, ഫാൻസി ഐറ്റംസ്, സ്റ്റേഷനറി, വസ്ത്രങ്ങൾ തുടങ്ങി ഒരു കുടുംബത്തിലേക്ക് വേണ്ടതെല്ലാം ഫാമിലി ബസാറിൽ ഒരുക്കിയിരിക്കുന്നു.
ഗാന്ധി സ്ക്വയറിൽ ജി ഹബിന് എതിർവശത്ത് ആരംഭിച്ചിരിക്കുന്ന ഫാമിലി ബസാറിന്റെ ഉദ്ഘാടനം മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി നവാസ് CKയുടെ സാന്നിധ്യത്തിൽ TC രാജു തരണിയിൽ നിർവഹിച്ചു. അൻസലിന്റെയും അഫ്സലിന്റെയും നേതൃത്വത്തിൽ തൊടുപുഴയില് പാലാ റോഡില് ഫാമിലി ഷോപ്പ് എന്ന സ്ഥാപനം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തൊടുപുഴക്കാരെ സംബന്ധിച്ച് വില കുറഞ്ഞ് ധാരാളം ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന ഒരു സ്ഥാപനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ധാരാളം ഓഫറുകൾ നമുക്ക് അവർ പ്രദാനം ചെയ്യുന്നുണ്ട്. ഈ തൊടുപുഴക്കാർക്ക് വളരെ ആകർഷണീയമായ രീതിയിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ കിട്ടുമെന്നുള്ളത് പ്രത്യേകതയാണ്. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ എല്ലാവിധ പിന്തുണയും ഇവർക്കുണ്ട്. എല്ലാവിധ ഭാവങ്ങളും തരും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 5 ദിവസത്തേക്ക് ആദ്യം വരുന്ന 100 ഉപഭോക്താക്കൾക്ക് ബക്കറ്റ്, ടീഷർട്ട്, 50 ലിറ്റർ ഡ്രം എന്നിവ ₹1 ലഭിക്കും. മിനിമം ₹3000 സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ₹199 കുക്കർ ലഭിക്കും. അല്ലെങ്കിൽ ₹249 അയൺ ബോക്സ് ലഭിക്കും. ₹4000 പർച്ചേസിന് ₹249 2 ബർണർ ഗ്യാസ് അടുപ്പ് നേടാൻ അവസരമുണ്ട്. ₹4500 പർച്ചേസ് ചെയ്താൽ ₹399 മിക്സി ലഭിക്കും. ഇങ്ങനെ ആകർഷകമായ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ സാരികൾ ₹49 മുതലും ചവിട്ടികൾ ₹19 മുതലും കുട്ടികൾക്കുള്ള ഉടുപ്പുകൾ ₹49 മുതലും കുർത്തികൾ ₹89 മുതലും പലാസോ ₹69 മുതലും ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഫാമിലി ബസാർ എന്ന സ്ഥാപനം നമ്മളെ ഗാന്ധി സ്ക്വയറിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ജി ഹബിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇന്നു മുതൽ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇന്നു മുതൽ 5 ദിവസത്തേക്ക് സ്പെഷ്യൽ ഓഫറുണ്ട്. ഫസ്റ്റ് ആദ്യം വരുന്ന 100 പേർക്ക് ടീഷർട്ട്, ഡ്രം, ബക്കറ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മിനിമം പർച്ചേസ് ₹100 പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറഞ്ഞത് ₹10 മുതലാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. നമുക്കൊരു വീട്ടിലുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഫാൻസി ഉണ്ട്, ഡ്രസ്സ് ഉണ്ട്, പിന്നെ ലോഷൻ ഐറ്റംസ്, കോംബോ, സോപ്പും പൊടി, ഫോട്ടോ ഫ്രെയിംസ്, പിന്നെ ഫ്ലവേഴ്സ്, പിന്നെ പ്ലാസ്റ്റിക്, സ്റ്റീല്, പിന്നെ ഡ്രസ്സുകൾ, ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും വീഡിയോയിലുണ്ട്. ഫാൻസി ഐറ്റംസ് ആണെങ്കിൽ ₹10 മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. ഫോട്ടോ ഫ്രെയിം ഒക്കെ ആണെങ്കിൽ ₹100 മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നത്. മറ്റേ കോംബോ സെറ്റ് ആണെങ്കിൽ ₹100. സോപ്പ് പൊടി ആണെങ്കിൽ ₹30 സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. ടോയ്സ് ഒക്കെ ആണെങ്കിൽ ₹30 സ്റ്റാർട്ടിംഗ് വരും. പിന്നെ നമ്മുടെ ഇത് വരുന്നുണ്ട്, ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ പിള്ളേരുടെ ഡ്രസ്സ് ₹19 മുതൽ സ്റ്റാർട്ടിംഗ് വരും. വലിയൊരു ടീഷർട്ടൊക്കെ ആണെങ്കിൽ ₹79 സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. പിന്നെ എന്താണ് പലാസോ പാൻറ്റ് ₹69 മുതൽ സ്റ്റാർട്ടിംഗ് വരും. പിന്നെ ടോപ്പുകളാണെങ്കിൽ ₹89 മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. പിന്നെ വേറെ സ്റ്റീൽ ഐറ്റംസ് ₹10 സ്റ്റാർട്ടിംഗ് വരും. പ്ലാസ്റ്റിക് അതേപോലെ തന്നെയാണ് ₹10 സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. പിന്നെ കണ്ടെയ്നർ സെറ്റുകളുണ്ട്, സ്പെഷ്യൽ ഓഫർ ഉണ്ട്, 4 എണ്ണം 100 അങ്ങനെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ചെയർ, വലിയ ബിഗ് ചെയറാണ്, ₹199 നമ്മുടെ സ്പെഷ്യൽ ഓഫറാണ്. പിന്നെ ഹവ ലൗണ്ടറി ബാസ്ക്കറ്റ് ഉണ്ട്, അത് ₹89 സ്പെഷ്യൽ ഓഫർ ഉണ്ട്. പിന്നെ 3 ബക്കറ്റ് എടുക്കുകയാണെങ്കിൽ ₹199, അതൊക്കെ ഇപ്പോഴത്തേക്കുള്ള സ്പെഷ്യൽ ഓഫേഴ്സാണത്. പിന്നെ 3 വലിയ സ്റ്റൂള് ₹199, അതൊക്കെ ഇപ്പോഴത്തെ സ്പെഷ്യൽ ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ. കുറഞ്ഞ വിലയിൽ ഫാമിലിക്ക് വേണ്ടതെല്ലാം ഫാമിലി ബസാറിൽ ലഭ്യമാണ്.
റൈഫൽ ഫിറ്റ്നസ് യൂണിസെക്സ് മൾട്ടി ജിം ആൻഡ് ഹെൽത്ത് ക്ലബ്ബ് തൊടുപുഴ കല്യാൺ സിൽക്സിന് സമീപം ഡ്രീം മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. എല്ലാവിധ മോഡേൺ എക്യുപ്മെൻസിൻ്റെയും ഉപയോഗത്തോടെ ഏറ്റവും മികച്ച സർട്ടിഫൈഡ് ട്രെയിനർമാരുടെ മേൽനോട്ടത്തിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം നിർവഹിച്ചു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ പ്രോട്ടീൻ ഷോപ്പിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. 7000-ഓളം സ്ക്വയർ ഫീറ്റിൽ എല്ലാവിധ മോഡേൺ എക്യുപ്മെന്റ്സും ഉൾപ്പെടുത്തി അതിവിപുലമായ സജ്ജീകരണങ്ങളോടെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ഫിറ്റ്നസ് സെന്റർ റൈവൽ ഫിറ്റ്നസ് യൂണിസെക്സ് മൾട്ടി ജിം തൊടുപുഴ കല്യാൺ സിൽക്സിന് സമീപം ഡ്രീം മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. ഏറ്റവും മികച്ച സർട്ടിഫൈഡ് ട്രെയിനർമാരുടെ മേൽനോട്ടത്തിൽ പരിശീലനം നൽകുന്നതോടൊപ്പം പേഴ്സണൽ അസിസ്റ്റൻസ്, സ്ട്രെങ്ത് ട്രെയിനിംഗ്, കാർഡിയോ ട്രെയിനിംഗ്, വെയ്റ്റ് മാനേജ്മെന്റ്, സൂംബ, യോഗ, ക്രോസ് ഫിറ്റ് തുടങ്ങിയ സേവനങ്ങളും സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ്. മസാജ് ചെയർ, സ്റ്റീം ബാത്ത്, ഐസ് ബാത്ത്, പിന്നെ സ്റ്റെയർ ക്ലൈമർ അങ്ങനെ തുടങ്ങിയ 7000 സ്ക്വയർ ഫീറ്റ് വലിയ പരിപാടികളാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കാഫറ്റീരിയ ഉണ്ട്. പിന്നെ വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്കിവിടെ വർക്കൗട്ട് ചെയ്യാം. എല്ലാവർക്കും വളരെ നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു നിർവഹിച്ചു. ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ തുടങ്ങുന്ന ഈ സ്ഥാപനത്തിന് എല്ലാ രീതിയിലും പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ എല്ലാവരും ഉണ്ടാവണമെന്നും ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം നമുക്ക് ഒരുപാട് വിശിഷ്ടമായ രീതിയിൽ നമുക്കറിയാം, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ നൂതന സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇതിൻ്റെ അകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ തുടക്കം കുറിക്കുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഇതിനോടനുബന്ധിച്ച് ഒരുക്കിയ ഹെൽത്ത് സപ്ലിമെന്റ് ഷോപ്പായ പ്രോട്ടീൻ ഷോപ്പിന്റെ ഉദ്ഘാടനം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും വെറൈറ്റി എക്യുപ്മെൻറ്റ്സ് ഉള്ള ഒരു സ്ഥാപനം തൊടുപുഴയിൽ ആദ്യമായിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം തൊടുപുഴക്കാർക്ക് വളരെ പ്രയോജനം ചെയ്യട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. അതുപോലെ ഈ സ്ഥാപനത്തിൽ വരുന്ന എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നിരവധി വിശിഷ്ട വ്യക്തികൾ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഈ സംവിധാനം, ഈ സാഹചര്യം, ഈ സ്ഥാപനം തൊടുപുഴ നിവാസികൾക്ക് ലഭിക്കുന്ന വലിയ ഒരു സമാധാനവും സന്തോഷമാണ്. എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും വിജയങ്ങളും നേർന്നുകൊണ്ട് ചുരുക്കുന്നു. ഫുൾ എയർ കണ്ടീഷൻ, സ്റ്റീം ബാത്ത്, കഫ്റ്റീരിയ, മസാജ് ചെയർ, ഫ്രീ വൈഫൈ, ലോക്കർ, ഷവർ, ആംബിൾ പാർക്കിംഗ് തുടങ്ങിയ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന അവസരത്തിലും തുടർന്നും ഏവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. സർവശക്തനായ ജഗദീശ്വരൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ നല്ല രീതിയിലൊരു ജിമ്മ്, ഇടുക്കി ജില്ലയിൽ ഏറ്റവും വലിയ ജിമ്മ്, തൊടുപുഴ, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, കോതമംഗലം ഈ സ്ഥലങ്ങളെ അപേക്ഷിച്ചും ഏറ്റവും വലിയൊരു ജിമ്മ് തുടങ്ങാൻ സാധിച്ചതിൽ സർവശക്തനെ സ്തുതിക്കുന്നു. ഈ മഹനീയ സംരംഭത്തിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.
ശിവരാത്രി ദിനത്തിൽ വണ്ണപ്പുറം കാഞ്ഞിരക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭരതനാട്യം അരങ്ങേറ്റം നടത്തി. അമ്പലപ്പടി ശ്രീ മഹാദേവ സ്കൂൾ ഓഫ് ഡാൻസിലെ കുട്ടികൾ. അധ്യാപിക കലാക്ഷേത്ര ശ്രീകലാ സോമന്റെ കീഴിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റമാണ് നടന്നത്. ശിവരാത്രി ദിനത്തിൽ വണ്ണപ്പുറം കാഞ്ഞിരംകാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അമ്പലപ്പടി ശ്രീ മഹാദേവ സ്കൂൾ ഓഫ് ഡാൻസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ചു. ഡാൻസ് ടീച്ചർ ശ്രീകല സോമൻ കിഴക്കമ്പലത്തിന്റെ ശിക്ഷണത്തിൽ ജുവൽ മേരി ജോജോ, വൃന്ദ എസ് ജ്യോതിഷ്, നിവേദ്യ എൻ.എസ്, ഗൗരിനന്ദ പ്രവീൺ, അയോണിയ മരിയ വിനോദ് എന്നിവരാണ് അരങ്ങേറ്റം കുറിച്ചത്. ശ്യാമ കെ മേനോൻ മൃദംഗം, പ്രതാപൻ മുളന്തുരുത്തി വായ്പാട്ട്, ശങ്കരനാരായണ തൃപ്പൂണിത്തറ ഫ്ലൂട്ട്, മേക്കപ്പ് അജയൻ മുളന്തുരുത്തി എന്നിവർ ഓർക്കസ്ട്ര ഒരുക്കി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കുറഞ്ഞ സ്ഥലത്ത് വിവിധതരം വിളകൾ കൃഷി ചെയ്ത് വിജയം നേടിയ ദമ്പതികൾ ശ്രദ്ധേയരാകുന്നു. കരിമണ്ണൂർ പള്ളിക്കാമുറി വാട്ടപ്പള്ളിയിൽ അഡ്വക്കേറ്റ് VS ജോൺ, ലീസാമ ദമ്പതികളാണ് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഫലവൃക്ഷങ്ങളും 10 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്ത് നേട്ടം കൊയ്തത്. കുറഞ്ഞ സ്ഥലമാണെങ്കിലും മനസ്സുണ്ടെങ്കിൽ ആവശ്യത്തിന് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വിളയിക്കാമെന്ന് ഇവർ തെളിയിക്കുന്നു. PSK പ്രവീൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. 10 സെന്റ് സ്ഥലത്തെ വിവിധയിനം കൃഷികൾ വിജയം നേടി. കരിമണ്ണൂർ പള്ളിക്കാമുറി വാട്ടപ്പള്ളിയിൽ അഡ്വക്കേറ്റ് VS ജോൺ, ലീസാമ ദമ്പതികളാണ് കൃഷിയിൽ വിജയം കൊയ്തത്. അധ്യാപികയായ ലീസാമ റിട്ടയർ ചെയ്ത ശേഷം ഇവിടെ 20 സെന്റ് സ്ഥലം വാങ്ങുകയായിരുന്നു. 10 സെന്റിൽ വീട്, ബാക്കി സ്ഥലത്ത് ചെറിയ തോതിൽ കൃഷിയും ആരംഭിച്ചു. പാളയംകൊടൻ, ഞാലിപ്പൂവൻ, സുന്ദരി എന്നിങ്ങനെ 3 തരം വാഴകളും പയർ, വെണ്ട, ചീനി, മുരിങ്ങ, കോവൽ, നിത്യവഴുത തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളുമാണ് കൃഷി ചെയ്തത്. എൻ്റെ ചാച്ചനൊരു കൃഷിക്കാരനായിരുന്നു. നല്ല കൃഷിക്കാരനാണ്. കൃഷിക്ക് അവാർഡ് പോലും കിട്ടിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് കൃഷി വളരെ താല്പര്യമാണ്. പക്ഷേ അത് ചെയ്യാനുള്ള സമയമില്ലായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഉള്ള സ്ഥലത്ത് പച്ചക്കറി സാധനങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നു. അത് പറിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഇത് വീടിനോട് ചേർന്നുള്ള ഒരു 10 സെൻറ്റ് സ്ഥലമാണ്. ഇവിടെ പച്ചക്കറിയും വാഴക്കൃഷിയും ആണ് പ്രധാനമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാഴ, ഞാലിപ്പൂവൻ, പാളയംകോടൻ, പിന്നെ സുന്ദരി എന്ന് പറയുന്ന വേറൊരു ഐറ്റം. ഇങ്ങനെ 3 ഐറ്റം വാഴയാണ് അതിനകത്തുള്ളത്. ഇതിന് വലിയ പരിചരണമൊന്നും കൊടുക്കാറില്ല. 100% പ്രകൃതി കൃഷി എന്ന് പറയുന്ന പോലെ രാസവളമൊന്നും ഉപയോഗിക്കാതെ അല്ലാതെയുള്ള കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാഴക്കൊല ഉണ്ടായപ്പോൾ അതിനൊരു പ്രത്യേകത കണ്ടു. അത് പാളയംകോടനോ അതോ ഞാലിപ്പൂവനോ അത് സുന്ദരി വർഗമോ, ഇത് 3ഉം കൂടെ ചേർന്ന ഒരു മിക്സായിട്ട് എനിക്ക് തോന്നി. എന്തായാലും ഇവിടെ പഴം കഴിക്കാൻ ആളില്ല, അതുകൊണ്ട് അടുത്തൊരു കടയിൽ കൊണ്ട് ഏൽപ്പിക്കുകയും ചെയ്തു. കൂടാതെ മാവ്, പ്ലാവ്, പേര, റംബൂട്ടാൻ, ഞാവൽ, അവക്കാഡോ, ആത്ത, മിറാക്കിൾ ഫ്രൂട്ട് തുടങ്ങി പല വർഷങ്ങളും പരിപാലിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വെട്ടിയ വാഴക്കുലയിൽ പാളയംകോടനും സുന്ദരിയും ഞാലിപ്പൂവനും ഒരുമിച്ചിടകലർന്ന് നിൽക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സമ്മിശ്ര കുല കാണുന്നതെന്ന് ലിസാമ ടീച്ചർ പറഞ്ഞു. 2017 ഇവിടെ അക്വാപോണിക്സ് കൃഷി രീതിയിൽ മത്സ്യം വളർത്തലും പച്ചക്കറി കൃഷിയും നടത്തിയിരുന്നതായി അഡ്വക്കേറ്റ് VS ജോൺ പറഞ്ഞു. ഈ സ്ഥലത്ത് ഒരു 5 വർഷം മുൻപ് അക്വാപോണിക്സ് രീതിയിലുള്ള ഒരു കൃഷി രീതി നടത്തിയിരുന്നു. അതായത്
1.5 സെൻറ്റ് സ്ഥലത്ത് ഒരു മീൻകുളവും 8.5 സെൻറ്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷി. ഈ മീൻകുളത്തിലെ വെള്ളം എല്ലാ സമയവും മോട്ടർ കൊണ്ട് പമ്പ് ചെയ്ത് ഈ പച്ചക്കറി കൃഷിയിലേക്ക് വിടുകയും അത് ടൈമർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ സമയത്തും നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമായിരുന്നു. അതിന് മറ്റു വളങ്ങളൊന്നും ചേർക്കാതെ ഈ മീൻകുളത്തിലെ മീൻ വിസർജ്യമടങ്ങിയ വെള്ളത്തിലുള്ള ആ വളം മാത്രമാണ് അതിന് പോഷണമായിട്ട് കൊടുത്തിരുന്നത്. അത് ഈ മീനിൻ്റെ വിളവെടുപ്പിനോടടുത്ത സമയമായപ്പോഴേക്കും 6000 മീൻ കുഞ്ഞുങ്ങളായിട്ട് 3 ടണ്ണോളം മീൻ ഒന്നിച്ച് വിൽപ്പനയ്ക്ക് എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് ബോധ്യമായതിനാൽ ഞാൻ ആ പദ്ധതി തന്നെ ഉപേക്ഷിച്ച് ഇതെല്ലാം കൂടെ വേറൊരു പാർട്ടിയെ കൊടുത്ത് ഒഴിവാക്കി നിർത്തുകയാണ് ചെയ്തത്. അന്ന് അക്വാപോണിക്സ് കൃഷി നടത്തിയ അതേ സ്ഥലത്താണ് ഇപ്പോൾ ഈ വാഴ കൃഷിയും പച്ചക്കറി കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്രീയമായ അക്വാപോണിക്സ് കൃഷിരീതി മാർക്കറ്റിംഗിന്റെ അഭാവം മൂലം തുടർന്ന് നടത്തിക്കൊണ്ടുപോകുവാൻ സാധിച്ചില്ല. 1978 അഭിഭാഷകനായി എൻറോൾ ചെയ്ത ജോൺ 1990 വരെ പ്രാക്ടീസ് ചെയ്തു. തുടർന്ന് കർണാടകയിലെ സുള്ളിയ താലൂക്കിൽ സ്ഥലം വാങ്ങി റബ്ബർ കൃഷി നടത്തി. അത് ഇപ്പോഴും തുടരുകയാണ്. കുറഞ്ഞ സ്ഥലത്ത് വിവിധയിനം വിളകൾ കൃഷി ചെയ്ത് വിജയം നേടി സന്തോഷത്തിലാണ് ഈ ദമ്പതികൾ. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. വണ്ണപ്പുറം ദർഭത്തൊട്ടി മങ്കുഴിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവം 28 മുതൽ മാർച്ച് 4 വരെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നരമംഗലം ചെറിയ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെയും പെരിയമന നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെയും മേൽശാന്തി NV സന്തോഷ് തിരുമേനിയുടെയും കാർമ്മികത്വത്തിൽ ആചാരാനുഷ്ഠാനങ്ങളോടെ നടത്തപ്പെടുമെന്ന് ഭരണസമിതി അറിയിച്ചു. വെള്ളിയാഴ്ച 6-ന് മഹാഗണപതി ഹോമം, 7-ന് ഉഷപൂജ, 7:30-ന് വിശേഷാൽ പൂജ വഴിപാടുകൾ, 8-ന് കൊടിക്കൂറ, 8:15-ന് സമ്പൂർണ്ണ നെയ് സമർപ്പണം, 9-ന് കൊടിക്കൂറ ഘോഷയാത്ര, 10-ന് തൃക്കൊടിയേറ്റ്, 10:15-ന് തിടമ്പ് സമർപ്പണം, 11-ന് ഉച്ചപൂജ, 12-ന് പ്രസാദയൂട്ട്, വൈകിട്ട് 5-ന് വിശേഷാൽ പൂജ, 6:30-ന് ദീപാരാധന, 7-ന് അത്താഴപൂജ, 7:30-ന് പ്രസാദയൂട്ട്, 8-ന് തിരുവാതിരക്കളി, 8:30-ന് കൈകൊട്ടിക്കളി, ഫ്യൂഷൻ. ശനിയാഴ്ച 6-ന് മഹാഗണപതി ഹോമം, 7-ന് ഉഷപൂജ, 7:30-ന് വിശേഷാൽ പൂജകൾ വഴിപാടുകൾ, 11-ന് ഉച്ചപൂജ, 12-ന് പ്രസാദൂട്ട്, വൈകിട്ട് 5-ന് വിശേഷാൽ പൂജ, 6:30-ന് ദീപാരാധന, 7-ന് അത്താഴപൂജ, 7:30-ന് പ്രസാദൂട്ട്, 8-ന് നൃത്തസന്ധ്യ. ഞായറാഴ്ച 6-ന് ഗണപതി ഹോമം, 7-ന് ഉഷപൂജ, 7:30-ന് വിശേഷാൽ പൂജ വഴിപാട്, 12-ന് പ്രസാദൂട്ട്, വൈകിട്ട് 5-ന് വിശേഷാൽ ദീപാരാധന, 7-ന് അത്താഴപൂജ, 7:30-ന് പ്രസാദൂട്ട്, 8-ന് നൃത്തസന്ധ്യ. തിങ്കളാഴ്ച 6-ന് ഗണപതി ഹോമം, 7-ന് ഉഷപൂജ, 7:30-ന് വിശേഷാൽ പൂജ, 9-ന് കലംകരിക്കൽ, 11-ന് ഉച്ചപൂജ, 12-ന് പ്രസാദൂട്ട്, വൈകിട്ട് 5-ന് സർവൈശ്വര്യ പൂജ, 6:30-ന് ദീപാരാധന, 7-ന് അത്താഴപൂജ, 7:15-ന് പ്രസാദൂട്ട്, 7:30-ന് പ്രഭാഷണം VK സുരേഷ് ബാബു. ചൊവ്വാഴ്ച 6-ന് മഹാഗണപതി ഹോമം, 7-ന് ഉഷപൂജ, 7:30-ന് വിശേഷാൽ പൂജ, 9-ന് കലശം, 11-ന് ഉഷപൂജ, 12-ന് പ്രസാദൂട്ട്, വൈകിട്ട് 5:30-ന് താലപ്പൊലി, തൊമ്മൻകുത്ത ശാന്തിക്കാട്ടമ്മയുടെ കാണിക്ക മണ്ഡപത്തിൽ നിന്ന്, 8-ന് വിശേഷാൽ ദീപാരാധന, 8:30-ന് അത്താഴപൂജ, 8:45-ന് മഹാപ്രസാദൂട്ട്, 9-ന് മെഗാ ഷോ, 12-ന് മംഗളപൂജ, കൊടിയിറക്ക്. തൊടുപുഴ മുനിസിപ്പൽ UP സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർത്താ ദിനവും സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംജി സുകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് സ്കൂളിന് നൽകിയ പെഡസ്റ്റൽ ഫണ്ട് വിതരണം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജോബ് K ജേക്കബ് നിർവഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി, വാർഡ് കൗൺസിലർ നിധി മനോജ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. തൊടുപുഴ മുനിസിപ്പൽ UP സ്കൂൾ 67ാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷകർതൃ ദിനവും സഹർഷം 2025 എന്ന പേരിൽ നടത്തി. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംജി സുകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ സമീര ബിജു നിർവഹിച്ചു. മുഖ്യാതിഥിയായി ഡോക്ടർ പ്രിയൻ അലക്സ് പങ്കെടുത്തു. വാർഡ് കൗൺസിലർ നിധി മനോജ് വാർഷിക സന്ദേശം നൽകി. UKG വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റും പഠന മികവ് കലാകായിക മത്സരങ്ങളിൽ വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി നിർവഹിച്ചു. ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഏർപ്പെടുത്തിയ എൻഡോവ്മെന്റുകൾ അഡ്വക്കേറ്റ് ബൈജു ജോർജ് വിതരണം ചെയ്തു. മുൻ ഹെഡ് മാസ്റ്റർ VM ഫിലിപ്പച്ചൻ ഏർപ്പെടുത്തിയ എൻഡോവ്മെന്റും നൽകി. റോട്ടറി ക്ലബ്ബ് സ്കൂളിന് നൽകിയ പെഡസ്റ്റൽ ഫാൻ വിതരണം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജോബ് K ജേക്കബ് നിർവഹിച്ചു. സഹർഷം 2025 ലോഗോ വരച്ച വിദ്യാർത്ഥിനിക്കുള്ള ഉപഹാരം ഉണ്ടപ്ലാവ് ന്യൂ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജാസർ PH നൽകി. യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മുൻ ഹെഡ് മാസ്റ്റർമാരായ VM ഫിലിപ്പച്ചൻ, ടോം V തോമസ്, തൊടുപുഴ BPC അംഗം MR അനിൽകുമാർ, മുൻ
SMC ചെയർമാൻ രാജീവ് പുഷ്പാങ്കദൻ, മുൻ PTA പ്രസിഡന്റ് ഷിംനാസ് KK, സ്കൂൾ MPTA പ്രസിഡന്റ് നാദിയ ഷാജഹാൻ, സ്കൂൾ ലീഡർ നെഹല ഫാത്തിമ എന്നിവർ സംസാരിച്ചു. വാർഷിക റിപ്പോർട്ട് ഹെഡ് മിസ്റ്റർ സ്വപ്ന MR അവതരിപ്പിച്ചു. SMC ചെയർമാൻ റഫീഖ് പള്ളത്തുപറമ്പിൽ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സബീന ബഷീർ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP തൊടുപുഴ മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് വാഹനം തടഞ്ഞു നിർത്തി തന്നോട് അസഭ്യം പറഞ്ഞുവെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിനെ BJP മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് വാഹനം തടഞ്ഞു നിർത്തി അധിക്ഷേപിച്ച സംഭവത്തിൽ മുനിസിപ്പാലിറ്റിയുടെ മുൻപിൽ ചേരിതിരിഞ്ഞ് വാക്പോര്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് 2025-2026 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. ശമ്പളം ലഭിക്കാത്തതിന് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടുത്ത് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്ത യുവാവ് പിടിയിൽ. മൂവാറ്റുപുഴ അഴയടുത്ത് നസീബിനെയാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.